ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കുന്നതും കരൾ കൊടുക്കുന്നതും ഒക്കെ നയനിയാണെന്നുള്ള വിവരമൊന്നും ദേവയാനി അറിയുന്നില്ല കേട്ടോ. ആരും അറിയിക്കുന്നുമില്ല. അത് മനസ്സിൽ വെച്ചാണ് നയനിയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സമയത്ത് ദേവയാനി ഈ വിവരം അറിയുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയോട് ഡോക്ടർ പറയുന്നുണ്ട് വേണ്ട, അങ്ങനെ ചെയ്യണ്ടെന്ന് പറയുക. പക്ഷെ നയന പറയുന്നുണ്ട് എനിക്കതുകൊണ്ടൊരു കുഴപ്പം ഉണ്ടാവില്ല, ഞാനിതിന് തയ്യാറാണെന്ന് പറയുകയാണ്. അങ്ങനെ സർജറിക്കായിട്ട് കയറ്റുകയാണ് കേട്ടോ നയനെ. സർജറിക്കായിട്ട് കയറ്റുമ്പോഴേക്കും ദേവയാനിയും അബോധാവസ്ഥയിലാണ്. അപ്പം ദേവയാനിയുടെയും നയനയുടെയും സർജറി ഒരു സമയത്ത് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ നയനയുടെ കരൾ പകുത്ത് നൽകുകയാണ് ദേവയാനിക്ക്. അതിനൊക്കെ ശേഷം സർജറി കഴിയുമ്പോൾ നയനയുടെ കണ്ടീഷൻ സീരിയസ് ആകാണ്. അപ്പോൾ ആദർശ് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും നന്ദു ഒക്കെ അറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവും ഒക്കെ ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ നയനേച്ചിയെ ഞങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാവോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആദർശ്. കാരണം നയനയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഉടനെ ഒന്നും പറയാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് നയന കിടക്കുന്നത്. അതിനൊക്കെ ശേഷം ഒരു നിമിഷം നയനയ്ക്ക് കുറച്ച് ക്രിട്ടിക്കലാകുന്നുണ്ട്. ആ സമയം ഡോക്ടേഴ്സ് എല്ലാം അങ്ങ് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ ആദർശ് റൂമിലേക്ക് ചെന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല, ജീവനും മരണത്തിനും ഇടയിലാണ് നയന നിൽക്കുന്നത്, ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്ന് പറയണം. അങ്ങനെ ആദർശ് ഓടിച്ചെന്ന് നയനെ കോരിയെടുക്കുകയാണ് കേട്ടോ. അബോധാവസ്ഥയിൽ കിടക്കുന്ന നയനെ. അങ്ങനെ നയനെ നീ തിരിച്ചു വാ, നീ ഒരിക്കലും ഞങ്ങളെ വിട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കരയുമ്പോഴേക്കും ആദർശിൻ്റെ ഒരു തുള്ളി കണ്ണുനീര് നയനയുടെ മുഖത്തേക്ക് വീഴുകയാണ്. അപ്പോൾ നയനയ്ക്ക് ബോധം വീഴുകയാണ്. നയന ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു മിറാക്കിളാണ്, കാരണം ഈ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അത് സംഭവിച്ചു. അത് നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നൊക്കെ പറയുകയാണ് ആദർശനോട്. ആ ദേവയാനി പക്ഷേ ബോധം വീഴുമ്പോഴും തനിക്കാരാണ് കരൾ തന്നതെന്നുള്ള കാര്യം അറിയുന്നില്ല കേട്ടോ. അതേസമയം ജലജയും ജാനകിയും ഒക്കെ ദേവയാനിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആരോ ഏതോ ഒരു നല്ല വ്യക്തി എനിക്ക് കരൾ നൽകി, അതുകൊണ്ടാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത്, അയാൾ എനിക്ക് ദൈവത്തെപ്പോലെയാണ് എന്ന് പറയണം. അപ്പോൾ ജലജയും ജാനകിയൊക്കെ പറയാണ് അതെ നേരാണ്, വേണമെങ്കിൽ നയനയ്ക്ക് തരായിരുന്നു, പക്ഷേ അവൾ അതിന് സമ്മതിച്ചില്ല, കാരണം അവളുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നാണ് അവൾ പറഞ്ഞത്, അല്ലെങ്കിലും അവളുടെ കരൾ വയ്ക്കാതിരിക്കുന്ന ഏടത്തി നല്ലത് എന്ന് പറയാണ് ജലജ. അപ്പോഴേക്കും ദേവയാനിയും പറയാണ് ശരിയാ, അവളുടെ കരൾ അതെനിക്ക് വേണ്ട, അതിപ്പോൾ ഞാൻ മരിക്കുന്നത് തന്നെയാണ്, അവളുടെ ഒന്നും വേണ്ട, അവളെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ്, അങ്ങനെയുള്ളപ്പം അവളുടെ കരൾ വച്ച് ഇനിയുള്ള കാലം ജീവിക്കാനോ അതൊന്നും നടക്കില്ല എന്ന് പറയാണ് കേട്ടോ. അതേസമയം നയനയാണെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് മാറുമ്പോഴേക്കും കനകവും നന്ദുവും ഒക്കെ കൂടി നയനയെ നന്ദാവനത്തിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ കുറച്ചു കാലം അവിടെ റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നയനയുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അതേസമയം ദേവയാനി റിക്കവറായിട്ട് അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അനന്തപുരിയിലെത്തുന്ന ദേവയാനി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ അനാമികയും രേവതിയും ഒക്കെ. ഓടിയെത്തി രേവതി പറയാണ് ദേവേടത്തി ഇങ്ങനെ തിരിച്ചെത്തിയല്ലോ, ദേവേടത്തിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. അപ്പോൾ അനാമിക പറയാണ് ശരിയാ, വല്യമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, എന്നാലും എൻ്റെ വല്യമ്മയെ ആരായിരിക്കും പാലിൽ ആ വിഷം ചേർത്ത് വെച്ചത്, വല്യമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം ആരായിരിക്കും? അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാ വേറെ ആര്, അവൾ തന്നെ, ആ നയന, അവൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തത് തന്നെയാണ്, എവിടെ അവളിവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് ജാനകി അത് അവളുടെ വീട്ടിൽ പോയി കുറച്ച് നാൾ സൂഹിക്കാനായിട്ട്, അവളുടെ കണ്ടീഷൻ മോശമാണെന്നും അവൾക്ക് ഹെൽത്ത് മോശമാണെന്നും ഒക്കെ പറഞ്ഞ് അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ഓഹോ, അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുകയാണ് ദേവയാനി. അതേസമയം ഉടനെ തന്നെ രേവതി പറയാണ് അതെ, വീട്ടിൽ പോയി നിൽക്കുകയാണ്, ഇവിടെ ഇപ്പോൾ ദേവേടത്തി വന്നല്ലോ, ദേവേടത്തി വയ്യാതെയല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ ദേവേടത്തിയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ അവൾക്ക് പറ്റില്ല, അതിൻ്റെ അടവാണ് അവൾ നന്ദാവനത്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറയുമ്പം അനാമികയും പറയാം ശരിയാ, വല്യമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ അനാമികയില്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിക്കോളാം, അവൾ വേണ്ട,
അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനിയും പറയാം, ശരിയാ, അവളില്ലാത്തത് തന്നെയാണ് എനിക്ക് മനസ്സമാധാനം. അവളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, എൻ്റെ പ്രഷർ കൂടും. അതിലൊക്കെ നല്ലത് എന്തായാലും അവളിവിടെ ഇല്ലാത്തത് തന്നെയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ റൂമിലേക്കൊക്കെ പോവുകയാണ്. ഈ വിവരങ്ങളൊന്നും അനന്തപുരിയിൽ ആരും അറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ ദേവയാനി ഇറങ്ങി വരികയാണ്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴേക്കും ആദർശ് മുത്തശ്ശനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശനോട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ നീ നായന മോളെ കൂട്ടിയിട്ട് വരാത്തത്? അവളെ എന്താ നന്ദാവനത്തിലേക്ക് വിട്ടിരിക്കുന്നത്? അവൾക്ക് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് ഉണ്ടോ? അവളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ശരിയല്ലേ? പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മേലെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് മുത്തശ്ശ, കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. എന്നാലും അത് ശരിയല്ലല്ലോ ആദർശ്, ഇത്രയും നാളും അവളിവിടെ നിന്നിട്ട് ഇപ്പോൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് തന്നെയല്ല, ദേവയാനിയും വന്നപ്പോഴേക്കും മറ്റുള്ളവരെല്ലാവരും കൂടെ ചുറ്റും കൂടിയിട്ടുണ്ട്. എല്ലാവരും ദേവയാനിയെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. നായന അവളുടെ സ്വന്തം സുഖം നോക്കി പോയതാണെന്നും ദേവയാനിയെ നോക്കാൻ കഴിയില്ലാഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയതെന്നും ഒക്കെ. എന്തിനാ ആദർശേ, നായന മോളെ കൊണ്ടുപോയി ഇങ്ങോട്ട്, അവൾ ഈ വീടിൻ്റെ വിളക്കല്ലേ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയണം, അത് മുത്തശ്ശ, ഒരു കാര്യമുണ്ട്, എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച ഒരു കാര്യമാണ് എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ? അമ്മ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല കേട്ടോ മുത്തശ്ശ എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയും, എന്താണെന്ന് വെച്ചാൽ നീ പറ. അപ്പോൾ പറയാണ്, അന്ന് അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നപ്പോൾ നയനയായിരുന്നു അമ്മയ്ക്ക് രക്തം കൊടുത്തത്. നയന വളരെ ക്ഷീണിതയായിരുന്നു. എന്നിട്ടും നയന തന്നെയാണ് രക്തം കൊടുത്തത്. അത് അമ്മയെ അറിയിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയെ അറിയിച്ചു കഴിഞ്ഞാൽ അമ്മ അത് സ്വീകരിക്കാൻ തയ്യാറാവില്ലെന്നറിയാം. കൊണ്ട് ഞങ്ങളത് മറച്ചു വെച്ചു. മറ്റാരോടും അതങ്ങനെ പറഞ്ഞുമില്ല. അനാമികയോട് ചോദിച്ചതാണ്, പക്ഷേ അവൾ അതിനൊന്നും സമ്മതിച്ചില്ല. അതുപോലെ തന്നെ അമ്മയുടെ ഓർഗൻസൊക്കെ കംപ്ലൈൻ്റ് ആയപ്പോൾ ലിവർ ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും അതിനായിട്ട് നയന തന്നെയാണ് തയ്യാറായത്. ഉടനെ തന്നെ ഒരു ഡോണറെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. അതിന് കുറേ നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശ. അതുകൊണ്ട് നയന പറഞ്ഞു, ഞാൻ ചെയ്തോളാമെന്ന്. ഡോക്ടർ അവളെ വിലക്കിയതാണ്. പക്ഷേ നയന പറഞ്ഞു, ഇല്ല, എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാലും കുഴപ്പമില്ല, അമ്മയുടെ ജീവനൊരാപത്തും വരരുത്, ഞാനിത് ചെയ്തോളാമെന്ന് പറയാണ്. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്തു, അമ്മ ഇതിന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നയന പറഞ്ഞു, വേണ്ട, അമ്മയോട് തൽക്കാലം ഇതൊന്നും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മുത്തശ്ശ ഞങ്ങളിവിടെ ആരെയും ഇത് അറിയിക്കാറുന്നത്. അച്ഛനും ഈ വിവരമൊക്കെ അറിയാം. അതുകൊണ്ട് അമ്മയ്ക്ക് കരൾ പകുത്ത് നൽകിയത് നയനയാണ്, വേറെ ആരുമല്ല. അമ്മ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് കാരണവും നയനയാണ് മുത്തശ്ശ എന്ന് പറയാൻ. അപ്പം മുത്തശ്ശൻ പറയാണ്, അത് നന്നായി ആദർശേ, അല്ലെങ്കിലും നയനമോളുടെ മനസ്സ് അങ്ങനെയാണ്. ദേവയാനി അവളോട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവളതൊന്നും ഓർക്കാതെ ഒരാപത് സമയത്ത് ദേവയാനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തില്ലേ. എന്നാലും ദേവയാനി പറയുന്നത് അവളെ കൊല്ലാൻ നോക്കിയത് നയനയാണെന്നാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നത്, അത് മാത്രമല്ല മുത്തശ്ശ, ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ നയനയുടെ അവസ്ഥ വളരെ മോശമായി. നയന മരണത്തിലേക്ക് പോകാനെടുക്കുകയൊക്കെ ചെയ്തു. എന്തോ ഒരു മിറാക്കിൾ പോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നയന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് അവളെ നന്ദാവനത്തിലേക്ക് വിട്ടത്. കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. അല്ലാതെ ഇവരൊക്കെ പറയുന്ന പോലെ അമ്മയെ നോക്കാൻ കഴിഞ്ഞിട്ടോ സുഖിക്കാനോ ഒന്നും പോയിരിക്കുന്നതല്ല മുത്തശ്ശ എന്ന് പറയും. മുത്തശ്ശൻ പറയാൻ, എനിക്ക് നയനമോളെ അറിയില്ലേ, അവൾ ചെയ്തത് ഏതായാലും ഒരു വലിയ കാര്യമാണ്. ഇപ്പം നയന കൂടി ഇത് ചെയ്യാൻ മടിച്ചിരുന്നെങ്കിൽ ദേവയാനിയുടെ അവസ്ഥ എന്താവുമായിരുന്നു. പക്ഷേ എത്രയൊക്കെ ആയിട്ടും ദേവയാനി ഇതൊന്നും മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ലല്ലോ ആദർശേ എന്ന് പറയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, എന്നെങ്കിലും ഒരു സമയത്ത് അമ്മ ഇത് മനസ്സിലാക്കുമായിരിക്കും. നയനയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മുത്തശ്ശ, അമ്മ അവളെ മനസ്സിലാക്കി ഒരു മകളെപ്പോലെ അവളെ സ്നേഹിക്കുക എന്നുള്ളത്. അതെന്തെങ്കിലും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നയന ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അതൊക്കെ ഉണ്ടാവും ആദർശേ, ഭഗവാൻ എല്ലാത്തിനും ഒരു വഴി കാട്ടിത്തരും എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ ദേവയാനി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചിന്തിക്കുകയാണ്, നയനയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യം. പക്ഷെ ആരും ദേവയാനിയോട് ഇതൊന്നും പറയുന്നില്ല. ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ നയനെക്കുറിച്ച് ആലോചിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.